أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم സദഖല്ലാഹുൽ അദീം. സൂറത്തുൽ ബഖറ 114 ആയത്താണ്. അള്ളാഹുവിൻ്റെ മന്ദിരങ്ങളിൽ അഥവാ ആരാധനാ കേന്ദ്രങ്ങളിൽ, മസ്ജിദുകളിൽ അവൻ്റെ നാമം സ്മരിക്കപ്പെടുന്നത് വിലക്കുകയും അവയെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവരെക്കാൾ അക്രമികൾ ആരുണ്ട്? ഭയഭക്തിയോടെ അല്ലാതെ അവരതിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അവർക്ക് ഇഹലോകത്ത് നിന്ദ്യതയും പരലോകത്ത് കഠിന ശിക്ഷയുമാണുള്ളത്. ആരാധനാലയങ്ങളെ അനാദരിക്കുകയും അവയെ തകർക്കുകയും അവിടെ വരുന്ന ഭക്തജനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന പ്രവണത ചരിത്രത്തിൽ ധാരാളം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. യഹൂദികളും ക്രിസ്ത്യാനികളും ബൈത്തുൽ മുഖദ്ദസിൽ പരസ്പരം പള്ളി വിലക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്ത സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അറേബ്യയിൽ ഇസ്ലാം ആഗതമാകുന്നതിന് മുമ്പ് യമനിലെ ക്രിസ്ത്യൻ രാജാവായിരുന്ന അബ്രഹത്ത് മക്കയിലെ കഅബ തകർക്കാനായിട്ട് ആനപ്പടയുമായി പുറപ്പെട്ട സംഭവം ഖുർആൻ വിവരിക്കുന്നുണ്ട്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകൾ നബിസ്വല്ലല്ലാഹുയേയും അനുയായികളെയും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നത് തടയുകയും അവിടെ പ്രാർത്ഥിക്കുന്നവരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇബാദത്ത് ചെയ്യുവാനായി നിർമ്മിക്കുന്ന അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ ഒരാൾക്കും ഉടമപ്പെടുത്തുവാനോ കുത്തകയാക്കി വെക്കുവാനോ അവിടെ നമസ്കരിക്കുന്നത് തടയുവാനോ ആർക്കും അധികാരവും അവകാശവുമില്ല. വളരെ ഭയഭക്തിയോടെ മാത്രമേ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. അതിന് വിരുദ്ധമായി അവയുടെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുകയും അവ തകർക്കുകയും ചെയ്യുന്നത് ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിൻ്റെ നിന്ദ്യമായ ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുന്നതാണ് എന്നാണ് ഈ ആയത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. ബാബരി മസ്ജിദ് തകർത്തവരൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദ്യരും നീചരുമായി ഗണിക്കപ്പെടുകയും എന്നുമാത്രമല്ല അതിൽ പങ്കെടുത്ത ചിലരൊക്കെ പശ്ചാത്താപഭാരത്താൽ ഇസ്ലാം സ്വീകരിച്ച് പുതിയ പള്ളികൾ പണിതു കൊടുക്കുന്ന വാർത്തകളൊക്കെ നാം കേൾക്കുകയുണ്ടായി. പള്ളി തകർക്കാൻ നേതൃത്വം കൊടുത്തവർക്ക് അവരുദ്ദേശിച്ച ഒരു ഭൗതിക നേട്ടവും കൈവരിക്കാനാകാതെ നിരാശരും ദുഃഖിതരുമായി കഴിയേണ്ടി വന്നു. യുദ്ധവേളയിൽ പോലും അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളും മഠങ്ങളും തകർക്കരുതെന്നാണ് ഇസ്ലാമിക നിയമം അനുശാസിക്കുന്നത്. മുസ്ലിം സമുദായത്തിൽ കക്ഷി പക്ഷപാതിത്വങ്ങളുടെ പേരിൽ പള്ളികളിൽ നിന്ന് ഒരു വിഭാഗത്തെ പുറത്താക്കുകയും പള്ളി പിടിച്ചടക്കുകയും ചെയ്യുന്ന പ്രവണത പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ നാം കാണാറുള്ളതാണ്. ഇതൊക്കെ തീർച്ചയായും അള്ളാഹുവിൻ്റെ പള്ളികളെ അനാദരിക്കലാണ്, ഇസ്ലാമിക ശരീഅത്തിൻ്റെ ലംഘനവുമാണ്. അടുത്ത ആയത്തിൽ വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് ഫഅയ്നമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹു വാസിഉൻ അലീം. കിഴക്കും പടിഞ്ഞാറും അള്ളാഹുവിൻ്റേതാണ്. നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ മുഖമുണ്ട് അഥവാ സാന്നിധ്യമുണ്ട്. തീർച്ചയായും അള്ളാഹു സർവ്വവ്യാപിയും സർവജ്ഞനുമാണ്. ക്രിസ്ത്യാനികൾ പ്രാർത്ഥനയ്ക്കായി ബൈത്തുൽ മുഖദ്ദസിൻ്റെ കിഴക്ക് ഭാഗം കിബിലയായി സ്വീകരിച്ചപ്പോൾ യഹൂദികൾ ബൈത്തുൽ മുഖദ്ദസിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് കിബിലയായി സ്വീകരിച്ചത്. ഇതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങളും സംഘട്ടനങ്ങളും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹുവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ എവിടെയുമുണ്ട്. അവൻ കിഴക്കോ അല്ലെങ്കിൽ പടിഞ്ഞാറോ മാത്രമല്ല നിലകൊള്ളുന്നത്. കിബിലയുടെ പേരിൽ നിങ്ങൾ ചണ്ട കൂടുന്നത് വെറും വിഡ്ഢിത്തമാണ് എന്ന കാര്യം അവരെ ഈ ആയത്തിലൂടെ ബോധ്യപ്പെടുത്തുകയാണ്. ജുസ് 2 കിബില മാറ്റവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുന്നുണ്ട്. കൂടുതൽ വിശദീകരണം അവിടെ ഇൻഷാ അല്ലാഹ് പ്രതീക്ഷിക്കാവുന്നതാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.